മാളികപ്പുറത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അയ്യപ്പൻ്റെ അതുപോലെ നമ്മുടെ ഗിരിദേവൻ്റെ വാക്ക് കേട്ട് ഉണ്ണിമോള് താരയും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നീട് അവിടെ നടന്ന അതായത് വയഡൂര നാഗമാണിക്യം നഷ്ടപ്പെട്ടത് അറിഞ്ഞത് നമ്മുടെ ആ മുത്തശ്ശി ഗിരിദേവനോട് ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗിരിദേവൻ പറയുന്നുണ്ട്, മുത്തശ്ശി നല്ലോണം പ്രാർത്ഥിക്ക്, ഒരു പൂ അതായത് കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ കള്ളനെ കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ പറയില്ല, കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി പ്രാർത്ഥിച്ചിട്ട് കയ്യിൽ വീണത് വെള്ളപ്പൂവല്ല, ചുമന്ന പൂവാണ്. അപ്പോൾ കള്ളൻ വീട്ടിൽ തന്നെ ഉള്ളവരെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നീട് എന്തായാലും മുത്തശ്ശി അവിടെ നിന്ന് നീങ്ങിയ സമയത്ത് നമ്മുടെ അനുപമ വൈഡൂര നാഗവും കൊണ്ട് കടക്കുന്നുണ്ട്. എന്തായാലും വൈഡൂര നാഗത്തും കൊണ്ട് കടക്കുമ്പോൾ നമ്മുടെ മൃത്യുദേവത വെറുതെ ഇരിക്കുന്നില്ല. മൃത്യുദേവത ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് താരയും അതുപോലെ തന്നെ ഉണ്ണിമോളും പോകുന്ന വണ്ടിയുടെ നടുവിൽ മൃത്യുദേവത വന്ന് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട്. ഇരുട്ടത്താണ്, രണ്ടുപേരുടെയും മുഖത്ത് ഒരു ഭയമൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ വാവ പറയുന്നുണ്ട്, ബാലിക നടന്നു ചെല്ലുന്നത് അങ്ങയുടെ ആലയത്തിലേക്കല്ലല്ലോ, മൃത്യുദേവത ഉപദേശപ്രകാരം മൃത്യുദേവയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്, എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗിരിദേവൻ അതിന് തന്നെ ഒരു മാർഗം കണ്ടെത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഗണപതിനെയാണ് വിളിച്ചു വരുത്തുന്നത്. എന്തായാലും ഗണപതി വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള യാത്ര ഗണപതിനായിട്ടായിരിക്കും. എന്തായാലും അവർ നല്ല സന്തോഷത്തോടെ തന്നെ പോയി കഴിഞ്ഞിട്ട് ആ നെയ്ത്തേങ്ങ ആഴിയിൽ സമർപ്പിച്ച് തിരിച്ചു വരുന്നൊരു ഭാഗമൊക്കെ അടുത്ത് തന്നെ ഉണ്ടാവും.